Hello everyone, welcome to Spartans. So നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ VSSCയിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അതായത് 2024 2024 VSSCയിലേക്ക് വിളിച്ച സയന്റിഫിക് അസിസ്റ്റന്റ് കെമിസ്ട്രി, അപ്പോൾ ആ ഒരു പോസ്റ്റിലേക്ക് വിളിച്ച എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഓരോ പാർട്ടായിട്ട് ഇതിൻ്റെ ഫുൾ ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ക്വസ്റ്റ്യൻസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ മനസ്സിലാവും, വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അതായത് ഒരു ഡിഗ്രി ലെവൽ പോലും അല്ല. നിങ്ങൾക്കറിയാം ഈ ഒരു എക്സാമിന്റെ ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് BSc ഡിഗ്രി ആണ്, BSc ഇൻ കെമിസ്ട്രി. പക്ഷേ ആക്ച്വലി നമ്മൾ ക്വസ്റ്റ്യൻസിന്റെ ആ ഒരു ലെവൽ അനലൈസ് ചെയ്യുമ്പോഴത്തേനും ശരിക്കും പറഞ്ഞാൽ ഡിഗ്രി ലെവൽ പോലുമല്ല, +2 നല്ല ഡീപ്പായിട്ട് ആ കൺസെപ്റ്റ് അറിയാവുന്ന ഒരാൾക്ക് ആക്ച്വലി +2 ലെവൽ ഇൻഫർമേഷൻ മതി. അപ്പോൾ ഡീപ്പായിട്ട് ആ കൺസെപ്റ്റ് അറിയാവുന്നവർക്ക് വളരെ ഫാസ്റ്റ് ആയിട്ട് വളരെ നന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് എല്ലാം. ഒട്ടും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ല, ഡിഗ്രി ലെവൽ പോലും റീച്ച് ചെയ്യുന്നു നമുക്ക് പറയാൻ പറ്റില്ല. +2 നല്ല കോറായിട്ട് സബ്ജക്റ്റ് അറിയാവുന്നവർക്ക് വളരെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അപ്പോൾ നമുക്ക് 1 by 1 ആയിട്ട് ഇതിന്റെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. Which of the following is an example of a Lewis acid? So acid base concept ൽ വരുന്ന ഒരു വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ലൂയിസ് ആസിഡ് ഏതാണ്? ഈ 4 എക്സാമ്പിൾസ് ഉണ്ട്, 4 ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ ഏതാണ് ലൂയിസ് ആസിഡ്? ഓക്കെ, അപ്പൊ ലൂയിസ് ആസിഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? നമ്മളിപ്പോ ആസിഡ് ബേസ് കെമിസ്ട്രി പഠിക്കുന്ന സമയത്ത് ബേസിക് ആയിട്ട് നമ്മൾ 4 കൺസെപ്റ്റ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കൊരു സബ്സ്റ്റൻസ് തന്നിട്ട് അത് ആസിഡ് ആണോ ബേസ് ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇന്നതാണ് ആസിഡ് എന്ന് ഡിഫൈൻ ചെയ്യുന്ന 4 കൺസെപ്റ്റുകളാണ് നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കുന്നത്. അതിൽ ഫസ്റ്റ് വൺ ആണ് അറീനിയസ് കൺസെപ്റ്റ്. ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒന്നാണ് അറീനിയസ് കൺസെപ്റ്റ്. അറീനിയസ് കൺസെപ്റ്റ് അനുസരിച്ച് എന്താ പറയുന്നത്? An acid is a substance which donate H+ ion in aqueous medium. aqueous mediumത്തിൽ H+ ionsനെ ഡൊണേറ്റ് ചെയ്യുന്ന സബ്സ്റ്റൻസ് ആണ് ആസിഡ്. And base is a substance which produces OH- ion in aqueous medium. aqueous mediumത്തിൽ OH- ion പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ റിലീസ് ചെയ്യുന്ന സബ്സ്റ്റൻസുകളെയാണ് നമ്മൾ ബേസ് എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് അറീനിയസ് കൺസെപ്റ്റ്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ HCl അറീനിയസ് കൺസെപ്റ്റ് അനുസരിച്ച് ഇതൊരു ആസിഡ് ആണ്. ഓക്കെ, കാരണം HCl നമ്മൾ വാട്ടർ മീഡിയത്തിൽ അക്വസ് മീഡിയത്തിൽ എടുത്തു കഴിഞ്ഞാൽ HCl എങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത്? H+ and Cl- എന്നുള്ള രീതിയിലാണ് HCl സ്പ്ലിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ H+ അയോൺസിനെയാണ് ഇൻഇഫക്റ്റ് അത് എന്ത് ചെയ്യുന്നത്? വാട്ടറിലേക്ക് റിലീസ് ചെയ്യുന്നത്. പക്ഷെ ഒരു പോയിന്റ് ഉണ്ട്, HCl വാട്ടറിൽ ജസ്റ്റ് വാട്ടർ എടുക്കുക, വാട്ടറിലേക്ക് HCl ആഡ് ചെയ്യുമ്പോൾ HCl സ്പ്ലിറ്റ് ചെയ്ത് H+ അയോൺസിനെ വാട്ടറിലേക്ക് റിലീസ് ചെയ്യുന്നുണ്ട്. പക്ഷേ വാട്ടറിൽ ഈ H+ അയോൺ ആണ് റിലീസ്ഡ് ആവുന്നതെങ്കിൽ നമുക്കറിയാം H+ ആയിട്ടല്ല വാട്ടറിൽ എക്സിസ്റ്റ് ചെയ്യുന്നത്. ഈ H+ എപ്പോഴും വാട്ടറുമായിട്ട് ചേർന്നിട്ട് ഹൈഡ്രേറ്റഡ് ഫോമിലായിരിക്കും നിൽക്കുക. ഓക്കെ, H3O+ ഹൈഡ്രോണിയം അയോൺ ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യാം. അപ്പൊ ഹൈഡ്രോണിയം അയൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത് ഇഗ്നിഫെക്ട് എന്ത് തന്നെയാണ്? H+ അയൺ തന്നെയാണ്. H+ വാട്ടർ മോളിക്യൂളായിട്ട് കമ്പൈൻ ചെയ്ത് നിൽക്കുന്ന അതിന്റെ ഹൈഡ്രേറ്റഡ് ഫോം ആണ് ഹൈഡ്രോണിയം അയൺ. അപ്പൊ ഇത്രയേ ഉള്ളൂ. HCl വാട്ടറിൽ എന്ത് തന്നെയാണ് റിലീസ് ചെയ്യുന്നത്? H+ അയോൺസിനെ തന്നെയാണ് റിലീസ് ചെയ്യുന്നത്. ഹൈഡ്രോണിയം അയോൺ അല്ല, H+ അയോണിനെയാണ് റിലീസ് ചെയ്യുന്നത്. അത് ആ സോൾവെന്റുമായിട്ട് ചേർന്നിട്ട് ഹൈഡ്രോണിയം അയോണായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ അറീനിയസ് കൺസെപ്റ്റ് അനുസരിച്ചാണ് HCl എന്തായിട്ട് വരുന്നത്? ഒരു ആസിഡ് ആയിട്ട് വരുന്നത് ആണല്ലോ. അതുപോലെ NaOH എന്ന് പറയുന്നത് എന്താണ്? ഒരു ബേസ് ആണ്. ബിക്കോസ് NaOH സ്പ്ലിറ്റ് ചെയ്ത് Na+ഉം OH- അയോണുമായിട്ടാണ് അത് സ്പ്ലിറ്റ് ആവുന്നത്. അതായത് വാട്ടറിലേക്ക് എന്തിനെയാണ് ഇത് റിലീസ് ചെയ്യുക? OH- അയോൺസിനെയാണ് റിലീസ് ചെയ്യുന്നത്. സോ ദാറ്റ് NaOH is base according to Arrhenius concept. ക്ലിയർ ആണല്ലോ. അതാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ്. ഫസ്റ്റ് വൺ അറീനിയസ് കൺസെപ്റ്റ്. സെക്കൻഡ് വൺ ആണ് നമ്മൾ പറയുന്ന ലോറി ബ്രോൺസ്റ്റഡ് കൺസെപ്റ്റ്. ലോറി ബ്രോൺസ്റ്റഡ് കൺസെപ്റ്റ് കൺസെപ്റ്റ് അനുസരിച്ച് ഇത് കുറച്ചുകൂടെ ബ്രോഡ് ആണ്. ഈ ഒരു കൺസെപ്റ്റ് അനുസരിച്ച് ആസിഡ് എന്താണ്? H+നെ ഡൊണേറ്റ് ചെയ്യുന്ന എന്തിനെ നമുക്ക് ആസിഡ് എന്ന് വിളിക്കാം. അത് അക്വസ് മീഡിയം തന്നെ ആവണമെന്നില്ല. മീഡിയം എന്ന് പറയുന്നത് അവിടെ സിഗ്നിഫിക്കന്റ് അല്ല. H+ അയോൺസിനെ റിലീസ് ചെയ്യുന്ന ആരും എന്താണ്? ആസിഡ് ആണ്. H+ അയോൺസിനെ അക്സെപ്റ്റ് ചെയ്യുന്ന ആരും ബേസും ആണ്. ഓക്കെ, അപ്പൊ ലോറി ബ്രോൺസ്റ്റഡ് കൺസെപ്റ്റ് അനുസരിച്ച് H+നെ റിലീസ് ചെയ്യുന്ന എന്തും ആസിഡ് ആണ്, H+നെ അക്സെപ്റ്റ് ചെയ്യുന്നവരാണ് ബേസ്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ Cl- അയൺ, ക്ലോറൈഡ് അയൺ എന്താണ്? H+നെ അക്സെപ്റ്റ് ചെയ്തിട്ട് എന്തായിട്ട് മാറുകയാണ്? HCl ആയിട്ട് മാറുകയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ Cl- എന്ത് ചെയ്യുന്നു? H+നെ അക്സെപ്റ്റ് ചെയ്തു, റിസീവ് ചെയ്തു. സോ ഞാൻ പറയും Cl- എന്താണ്? H+നെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ഒരു ബേസ് ആണ്. ശരിക്കും പറഞ്ഞാൽ HCl എന്ന് പറയുന്ന ആസിഡിന്റെ കോൺജുഗേറ്റ് ബേസ് ആണ് എന്ത്? Cl- എന്ന് പറയുന്ന അയോൺ. ഓക്കെ, അതാണ് ലോറി ബ്രോൺസ്റ്റഡ് കൺസെപ്റ്റ്.
തേർഡ് വൺ ആണ് നമ്മൾ പറയുന്ന ലൂയിസ് ആസിഡ് ബേസ് കൺസെപ്റ്റ്. ലൂയിസ് ആസിഡ് ബേസ് കൺസെപ്റ്റ് അത് നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞത് എന്താണ് ലൂയിസ് ആസിഡ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് ലൂയിസ് ആസിഡ്? ലൂയിസ് ആസിഡ് ഈസ് നത്തിങ് ബട്ട് ഇറ്റ് ഈസ് എ ലോൺ പെയർ അക്സെപ്റ്റർ. ലോൺ പെയറിനെ അക്സെപ്റ്റ് ചെയ്യുന്ന ആളാണ് ലൂയിസ് ആസിഡ്. ലോൺ പെയറിനെ ഡൊണേറ്റ് ചെയ്യുന്ന ആളാണ് ലൂയിസ് ബേസ്. ഓക്കെ, അപ്പോൾ ലോൺ പെയർ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ BF3 ഓക്കെ, BF3 എടുക്കുകയാണെങ്കിൽ ബോറോൺ ഒരു ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആയിട്ടുള്ള സ്പീഷീസ് ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ബിക്കോസ് ബോറോൺ 13th ഗ്രൂപ്പ് എലമെന്റ് ആണ്. 13th ഗ്രൂപ്പ് എലമെന്റ് എന്ന് പറയുമ്പോൾ ബോറോണിന്റെ ബാലൻസ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ആണ് വരുന്നത്? 3 ഇലക്ട്രോൺസ് ആണ് വരുന്നത്. ഫ്ലൂറിൻ ഓരോ ബോറോണുമായിട്ട് ബോണ്ട് ഫോം ചെയ്യുമ്പോൾ ഓരോ ഫ്ലൂറിനും 1 ഇലക്ട്രോണെയാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. നമ്മളിങ്ങനെയല്ലേ വരയ്ക്കുക? BF3 ആണല്ലോ. അപ്പൊ ഫ്ലൂറിന് ഒരു ഇലക്ട്രോണെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു, ബോറോൺ ഒരു ഇലക്ട്രോണെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. അങ്ങനെയാണ് ഈ ഒരു ബോണ്ട് ഫോം ചെയ്തേക്കുന്നത്. അപ്പൊ ഇൻ ഇഫക്റ്റ് ഈ ഒരു കേസ് നോക്കുമ്പോൾ BF3 ബാലൻസ് ഷെല്ലിൽ ആകെ എത്ര ഇലക്ട്രോൺ ആണുള്ളത്? 6 ഇലക്ട്രോൺ, 6 ഇലക്ട്രോൺസ് ആണ് ഇതിന്റെ ബാലൻസ് ഷെല്ലിൽ പ്രസന്റ് ആയിട്ടുള്ളത്. ഇത് ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആണ്. ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഇയാൾക്ക് 2 ഇലക്ട്രോണെ കൂടെ വേണം. അപ്പൊ എവിടെന്നെങ്കിലും ഒരു 2 ഇലക്ട്രോണെ കിട്ടുകയാണെങ്കിൽ ആ 2 ഇലക്ട്രോൺ, അതായത് ലോൺ പെയർ ആണ്, ലോൺ പെയർ ഒരു ഇലക്ട്രോൺ പെയർ ആണ്. ലോൺ പെയറിനെ എന്ത് ചെയ്യും? BF3 റിസീവ് ചെയ്യും. ബിക്കോസ് ഇൻ ഓർഡർ ടു കംപ്ലീറ്റ് ദർ ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ ബാലൻസ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ലോൺ പെയറിനെ എന്ത് ചെയ്യും? BF3 റിസീവ് ചെയ്യും. അങ്ങനെ ലോൺ പെയറിനെ അക്സെപ്റ്റ് ചെയ്യുന്ന ആളായതുകൊണ്ട് ഞാൻ പറയും ഇതൊരു ലൂയിസ് ആസിഡ് ആണെന്ന് പറയും. ലോൺ പെയറിനെ അക്സെപ്റ്റ് ചെയ്യുന്ന ആളായതുകൊണ്ട് ലൂയിസ് ആസിഡ്. അല്ലെങ്കിൽ ലോൺ പെയറിനെ കൊടുക്കാൻ വില്ലിംഗ് ആയിട്ടുള്ള ആളുകളുണ്ടല്ലോ. ഫോർ എക്സാമ്പിൾ ഇപ്പൊ NH3 കേസിൽ എന്താ ചെയ്യുന്നത്? നൈട്രജന്റെ കയ്യിൽ ഒരു ലോൺ പെയർ ഉണ്ട്. ആ ലോൺ പെയറിനെ എന്താ ചെയ്യുന്നത്? BF3 ഇപ്പൊ രണ്ടുപേരും അടുത്തടുത്ത് വരികയാണെങ്കിൽ BF3 ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആണ്, ഒരു ലോൺ പെയറിനെ വേണം. നൈട്രജന്റെ കയ്യിൽ എന്ത് ചെയ്യുന്നു? ഒരു ലോൺ പെയർ പ്രസന്റ് ആണ്. ഈ ലോൺ പെയറിനെ നൈട്രജൻ എന്ത് ചെയ്യും? ബോറോണിലേക്ക് ഡൊണേറ്റ് ചെയ്തിട്ടാണ് ഒരു കോർഡിനേറ്റ് ബോണ്ട് ഫോം ചെയ്യുന്നത്. സോ ദാറ്റ് NH3 ഇവിടെ എന്താ ചെയ്തത്? ലോൺ പെയറിനെ ഡൊണേറ്റ് ചെയ്തു. സോ ഞാൻ പറയും ഇത് എന്താണ്? ഒരു ലൂയിസ് ബേസ് ആണെന്ന് പറയും. ലൂയിസ് ബേസ് ആണെന്ന് പറയും. ഓക്കെ, അടുത്തൊരു കൺസെപ്റ്റ് ഉണ്ട്, ലെക്സ് ഫ്ലഡ് കൺസെപ്റ്റ് ഉണ്ട്, ആസിഡ് ബേസ് കൺസെപ്റ്റ് ഉണ്ട്, ഓക്സൈഡിന്റെ വെച്ച് പറയുന്നതാണ്. അങ്ങനെ ഒരു 4-5 കൺസെപ്റ്റുകളാണ് ഉള്ളത്. അപ്പൊ ഇതിൽ നമ്മൾ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ലൂയിസ് കൺസെപ്റ്റ്. ലൂയിസ് കൺസെപ്റ്റ് അനുസരിച്ച് ഏതാണ് ലൂയിസ് ആസിഡ് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, അപ്പൊ ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ ഈ ഫസ്റ്റ് തന്നിരിക്കുന്ന 3 ആസിഡ് ആണ്. HCl ആസിഡ് ആണ്, AlCl3 ആസിഡ് ആണ്, സൾഫ്യൂരിക് ആസിഡ് ആണ്, NaOH ബേസ് ആണ്. അപ്പൊ ഇത് നമ്മൾ ഏറ്റവും ആദ്യം പഠിച്ച അറീനിയസ് കൺസെപ്റ്റ് അനുസരിച്ച് ഇതൊരു ബേസാണ്. കാരണം NaOH എന്താണ്? OH മൈനസ് ആയിട്ടാണ്, OH മൈനസിനാണ് റിലീസ് ചെയ്യുന്നത്. അപ്പോൾ OH മൈനസിന് റിലീസ് ചെയ്യുന്നത് ഇത് എന്താണ്? ബേസ്. എന്ത് കൺസെപ്റ്റ് അനുസരിച്ച്? അറീനിയസ് കൺസെപ്റ്റ് അനുസരിച്ച് ഇതൊരു ബേസ് ആണ്. HCl എന്താ ചെയ്യുന്നത്? H പ്ലസ് ആയിട്ടാണ് സ്പ്ലിറ്റ് ആവുന്നത്. H പ്ലസ് Cl മൈനസും, അതായത് H പ്ലസിനെ റിലീസ് ചെയ്യാണ്. സോ അറീനിയസ് കൺസെപ്റ്റ് അനുസരിച്ചും ലോറി ബ്രോൺസൺ കൺസെപ്റ്റ് അനുസരിച്ചുമാണ് ഇത് എന്തായിട്ട് വരുന്നത്? ഒരു ആസിഡ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. സൾഫ്യൂരിക് ആസിഡ് എന്ത് ചെയ്യുന്നു? സൾഫ്യൂരിക് ആസിഡ് എങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത്? H പ്ലസ് HSO4 മൈനസ്, അതായത് ഇനിഷ്യലി ഇത് എന്ത് ചെയ്യും? ഒരു H പ്ലസിനെ റിലീസ് ചെയ്യും. അപ്പൊ H പ്ലസിനെ റിലീസ് ചെയ്യുന്നതുകൊണ്ട് എഗെയിൻ അറീനിയസ് കൺസെപ്റ്റ് അനുസരിച്ചും അല്ലെങ്കിൽ ലോറി ബ്രോൺസൺ കൺസെപ്റ്റ് അനുസരിച്ചുമാണ് സൾഫ്യൂരിക് ആസിഡ് ഒരു ആസിഡ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ ഇടയ്ക്ക് വരുന്ന ഒരാളുണ്ട്. ആരായത്? AlCl3. AlCl3 H പ്ലസിനെ കൊടുക്കുന്നില്ല, H പ്ലസിനെ വാങ്ങുന്നില്ല. സോ ലോറി ബ്രോൺസൺ കൺസെപ്റ്റ് അനുസരിച്ചുള്ള ആസിഡ് അല്ല ഇത്. പിന്നെ എന്താ ചെയ്യുന്നത്? AlCl3 ചെയ്യുന്നത് ലോൺ പെയറിനെ അക്സെപ്റ്റ് ചെയ്യുക ചെയ്യുന്നത്. അതായത് ഇയാളാണ് ലൂയിസ് ആസിഡ്. മനസ്സിലായോ? അപ്പൊ ആദ്യത്തെ 3 പേരും ആസിഡ് ആണ്. പക്ഷേ എയും ബിയും അറീനിയസ് ആൻഡ് ലോറി ബ്രോൺസൺ കൺസെപ്റ്റ് അനുസരിച്ചാണ് ആസിഡ് എന്ന് വിളിക്കുക. ബിക്കോസ് പ്രോട്ടോൺ H പ്ലസ് ഇൻവോൾവ് ആണ്. പക്ഷെ AlCl3 കേസിൽ ആ ഒരു കൺസെപ്റ്റ് നമുക്ക് ആപ്ലിക്കബിൾ അല്ല. AlCl3 കേസിൽ നമ്മൾ എന്താ അപ്ലൈ ചെയ്യുന്നത്? ലൂയിസ് ആസിഡ് ബേസ് കൺസെപ്റ്റ് ആണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ AlCl3 അലൂമിനിയം എന്ന് പറയുന്നത് 13th ഗ്രൂപ്പ് എലമെന്റ് അല്ലേ? ബോറോൺ, അലൂമിനിയം ഒക്കെ 13th ഗ്രൂപ്പ് എലമെന്റ് ആണ്. അപ്പൊ അലൂമിനിയത്തിന് ബാലൻസിൽ 3 ഇലക്ട്രോൺസ് ആണ് ഉള്ളത്. ഇവിടെ 3 ക്ലോറിനും കൂടെ 3 ഇലക്ട്രോണെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഓരോ ക്ലോറിനും ഓരോ ഇലക്ട്രോണെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു, 3 ഇലക്ട്രോൺ. അപ്പൊ ഇൻ ഇഫക്റ്റ് AlCl3 കയ്യിൽ ബാലൻസ് ഷെല്ലിൽ 6 ഇലക്ട്രോൺസ് ആണ് ഉള്ളത്. ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആണ്. അപ്പൊ ഒരു ലോൺ പെയറിനെ ഇയാൾ എന്ത് ചെയ്യും? അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 6 എന്നുള്ളത് 8 ഇലക്ട്രോൺ ആയിട്ട് മാറി ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യാം. സോ ദാറ്റ് AlCl3 എന്ത് ചെയ്യും? ഒരു ലോൺ പെയറിനെ അക്സെപ്റ്റ് ചെയ്യും. സോ ദാറ്റ് ഞാൻ പറയും ഇയാൾ എന്താണ്? ഒരു ലൂയിസ് ആസിഡ് ആണ്. ഓക്കെ, അപ്പൊ ലോൺ പെയറിനെ അക്സെപ്റ്റ് ചെയ്യുന്നവരാണ് ലൂയിസ് ആസിഡ്, ലോൺ പെയറിനെ കൊടുക്കുന്നവരാണ് ലൂയിസ് ബേസ്. സോ നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതാണ്? ബി ആണ്. ലൂയിസ് ആസിഡ് എന്ന് പറയുന്നത് എന്താണ്? AlCl3. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഇതും ആസിഡ് ബേസ് കെമിസ്ട്രിയിൽ വരുന്ന ഒന്നാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് മോസ്റ്റ് അസിഡിക്? മോസ്റ്റ് അസിഡിക് ആയിട്ടുള്ള കോമ്പൗണ്ട് ഏതാണ് ഈ കൂട്ടത്തില്? അപ്പൊ ഇത് മോസ്റ്റ് അസിഡിക് ഏതാണെന്ന് അറിയണമെങ്കിൽ ആദ്യം ഇവരുടെ സ്ട്രക്ചറിനെ പറ്റി നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവും. എന്നാൽ മാത്രമേ നമുക്ക് ഇതിനകത്ത് ലൈക്ക് നമുക്ക് പല പഠിച്ചിട്ടുള്ള ലൈക്ക് ഇൻഡക്റ്റീവ് ഇഫക്റ്റ് ആൻഡ് ഇലക്ട്രോൺ വിത്ഡ്രോവിങ് ഇഫക്റ്റ് അല്ലെങ്കിൽ
മൈനസ് എം ഇഫക്റ്റ് എല്ലാം വെച്ചിട്ട് ആസിഡിറ്റി പറയാൻ പറ്റുള്ളൂ. അപ്പൊ അതിനായിട്ട് ആദ്യം നമുക്ക് അറിയേണ്ടത് ഇയാളുടെ ബേസിക് സ്ട്രക്ചേഴ്സ് അറിയണം. സോ ഓർത്തോ നൈട്രോഫീനോൾ, ഓർത്തോ നൈട്രോഫീനോളിന്റെ സ്ട്രക്ചർ എന്താ വരിക? ഓർത്തോ നൈട്രോഫീനോൾ, ഫീനോൾ എന്ന് പറയുമ്പോൾ എന്താ? OH വരുന്നതാണ്. ബെൻസീൻ റിംഗിൽ OH വരുന്ന ഇയാളുടെ പേരാണ് എന്ത്? ഫീനോൾ. ഇതിന്റെ ഓർത്തോ പൊസിഷൻ ഇതല്ലേ? ഓർത്തോ നൈട്രോ. അതായത് ഓർത്തോ പൊസിഷനിൽ ആര് വരുന്നു? NO2 നൈട്രോ ഗ്രൂപ്പ് വരുന്നു. ഇതാണ് ഓർത്തോ നൈട്രോ ഫീനോൾ. ഓക്കെ. സെക്കൻഡ് വൺ എന്താ? വെറും ഫീനോൾ. വെറും ഫീനോൾ എന്ന് പറയുമ്പോൾ ബെൻസീനിൽ സിംപ്ലി OH അറ്റാച്ച് ചെയ്തിരിക്കണം. ഇതാണ് ഫീനോൾ. നെക്സ്റ്റ് വൺ എന്താ? ഓർത്തോക്രിസോൾ. ഓർത്തോക്രിസോൾ എന്ന് വെച്ചാൽ മെത്തിലേറ്റഡ് ഫീനോൾസ് ആണ്. എന്ന് പറയുമ്പോൾ ഫീനോൾ ആണ്, ഫീനോൾ ആണ്. അതായത് ബെൻസീൻ റിംഗിൽ OH അറ്റാച്ച്ഡ് ആണ്. പക്ഷെ ആ ബെൻസീൻ റിംഗിൽ ഇൻ അഡിഷൻ എന്ത് ചെയ്യുന്നുണ്ട്? മീഥൈൽ ഗ്രൂപ്പ് കൂടെ വരുമ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് ക്രിസോൾസ് എന്ന് പറയും. ഓർത്തോക്രിസോൾ ഉണ്ട്, മെറ്റാക്രിസോൾ ഉണ്ട്, പാരാക്രിസോൾ ഉണ്ട്. അപ്പോൾ OH ഫീനോൾ എടുക്കുക. ഫീനോളിന്റെ ഓർത്തോക്രിസോൾ അല്ലേ? ഇതാണ് ഇതിന്റെ ഓർത്തോ പൊസിഷൻ. അപ്പോൾ ഓർത്തോ പൊസിഷനിൽ ഒരു CH3 കൂടെ വരുമ്പോൾ ഇതിന്റെ പേരാണ് ഓർത്തോക്രിസോൾ. അപ്പോൾ ഓർത്തോ മീഥൈൽ ഫീനോളിനെ വിളിക്കുന്ന പേരാണ് ഓർത്തോക്രിസോൾ. മെത്തിലൈറ്റഡ് ഫീനോൾസ് ആണ്. ഓർത്തോ പൊസിഷനിലാണ് മീഥൈൽ ഗ്രൂപ്പ് വരുന്നെങ്കിൽ ഇയാളുടെ പേര് ഓർത്തോക്രിസോൾ ആണ്. മെറ്റാക്രിസോൾ എന്തായിരിക്കും? അപ്പോൾ ഇതുപോലെ തന്നെയാണ് ഫീനോൾ വരയ്ക്കുക. ഫീനോളിന്റെ മെറ്റാ പൊസിഷനിലാണ് ആര് വരുന്നത്? മെറ്റാ പൊസിഷനിൽ CH3 വരികയാണ് ചെയ്യുന്നത്. മെറ്റാ പൊസിഷനിൽ CH3 വരുന്നു. ഇതാണ് മെറ്റാക്രിസോൾ. ഇനി പാരാക്രിസോൾ എങ്ങനെയാ വരിക? സെയിം തിങ്. OH ഗ്രൂപ്പ് ഫീനോൾ ആണ്. പാരാ പൊസിഷനിൽ CH3 വരുന്നു. ഇതാണ് പാരാക്രിസോൾ. ഓക്കെ. അപ്പോൾ ഓർത്തോക്രിസോൾ, മെറ്റാക്രിസോൾ ആൻഡ് പാരാക്രിസോൾ. സോ നമുക്ക് കൃത്യമായിട്ട് ഇതിന്റെ സ്ട്രക്ചേഴ്സ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനെ ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പോവാണ്? നമ്മൾ ഇയാളുടെ അസിഡിറ്റി കമ്പയർ ചെയ്യാൻ പോവാണ്. ഓക്കെ. മോസ്റ്റ് ആസിഡിക് ആരാണ് എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മുടെ കയ്യിലുള്ളത് നൈട്രോഫീനോൾ ഉണ്ട്, നോർമൽ ഫീനോൾ ഉണ്ട്, മെത്തിലേറ്റഡ് ഫീനോൾ ഉണ്ട്. അപ്പൊ എപ്പോഴും ഓർക്കുക, ഫീനോൾ നമ്മൾ ഒരു മെറ്റീരിയലിന് അസിഡിക് എന്ന് പറയണമെങ്കിൽ നമ്മൾ അനലൈസ് ചെയ്യേണ്ട കാര്യം ഇതാണ്. ആസിഡ് ആയതുകൊണ്ട് തന്നെ ഇത് എന്ത് ചെയ്യും? H+നെ ഡൊണേറ്റ് ചെയ്യും, H+നെ റിലീസ് ചെയ്യും. അപ്പൊ ഫീനോളിനകത്ത് ഈ ഒരു OH ഗ്രൂപ്പ് എന്ത് ചെയ്യും? ഈ H+നെ റിലീസ് ചെയ്യും. H+നെ റിലീസ് ചെയ്ത് കഴിയുമ്പോൾ H+നെ റിലീസ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ എന്താ ഉണ്ടാവുന്നത്? ഫീനോക്സൈഡ് അയോൺ ആണ് ഫോം ചെയ്യുന്നത്. അത് H+നെ കളഞ്ഞു കഴിയുമ്പോൾ ഓക്സിജന് ഒരു നെഗറ്റീവ് ചാർജ് വരുന്ന ഫീനോക്സൈഡ് അയോൺ ഫോം ചെയ്യും. ഓക്കെ, ഫീനോക്സൈഡ് അയോൺ ഫോം ചെയ്യും. സോ നമ്മൾ ഓർക്കേണ്ട പോയിന്റ് ഇതാണ്. എപ്പോഴും ഒരു സബ്സ്റ്റൻസ് അസിഡിക് ആയിട്ട് മാറാൻ മീൻസ് അസിഡിക് ആണെങ്കിൽ അത് H+നെ റിലീസ് ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ആളുണ്ടല്ലോ, ഇത് ഇതിന്റെ കോൺജുഗേറ്റ് ബേസ് ആണ്. ഇതൊരു ആസിഡ് ആണെങ്കിൽ ഈ ആസിഡ് H+നെ റിലീസ് ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാവുന്ന ഇയാളെ വിളിക്കുന്ന പേര് ഇത് കോൺജുഗേറ്റ് ബേസ് ആണ്. ഈ ആസിഡിന്റെ കോൺജുഗേറ്റ് ബേസ് ആണ് ഇയാള്. ഈ ഉണ്ടാവുന്ന കോൺജുഗേറ്റ് ബേസ് എന്തുമാത്രം സ്റ്റെബിലൈസ്ഡ് ആണോ അത്രത്തോളം സ്ട്രോങ് ആയിരിക്കും ഈ ഒരു ആസിഡ് എന്ന് പറയുന്നത്. ബിക്കോസ് ആസിഡ് H+നെ റിലീസ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് ചെയ്യും? നെഗറ്റീവ്ലി ചാർജ് ആയിട്ടുള്ള ഒരു അയോൺ ഫോം ചെയ്യും. അതായത് കോൺജുഗേറ്റ് ബേസ് ഫോം ചെയ്യും. ആ ഒരു കോൺജുഗേറ്റ് ബേസ് നന്നായിട്ട് സ്റ്റേബിൾ ആണെങ്കിൽ ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് ഈ പറയുന്ന ആസിഡ് എന്ത് ചെയ്യും? H+നെ റിലീസ് ചെയ്ത് ഈ ഒരു നെഗറ്റീവ് ചാർജ് ആയിട്ടുള്ള അയോൺ ആയിട്ട് മാറാൻ ശ്രമിക്കും. അതേസമയം ഈ ഉണ്ടാവുന്ന നെഗറ്റീവ്ലി ചാർജ് ആയിട്ടുള്ള കോൺജുഗേറ്റ് ബേസ് അൺസ്റ്റേബിൾ ആണെങ്കിൽ ഈ ഒരു അൺസ്റ്റേബിൾ കോമ്പൗണ്ട് ഫോം ചെയ്യാൻ ഇയാൾ പ്രിഫർ ചെയ്യുമോ? ഇയാൾ ഒരിക്കലും പ്രിഫർ ചെയ്യില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും ഈസി ആയിട്ടുള്ള മാർഗം ഞാൻ പറയാം. അസിഡിറ്റി കമ്പയർ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഏറ്റവും ഈസി ആയിട്ടുള്ള കാര്യം ഓരോ ആസിഡിന്റെയും കറസ്പോണ്ടിങ് കോൺജുഗേറ്റ് ബേസ് നോക്കുക. ഏത് കോൺജുഗേറ്റ് ബേസ് ആണോ ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ളത് ആ കോൺജുഗേറ്റ് ബേസിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ആസിഡ് ആയിരിക്കും സ്ട്രോങ് ആയിട്ടുള്ള ആസിഡ്. അതായത് അയാൾ എത്രയും വേഗം H+നെ റിലീസ് ചെയ്ത് ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള ആ ഒരു പർട്ടിക്കുലർ കോൺജുഗേറ്റ് ബേസ് ആവാനായിട്ട് ശ്രമിക്കും. സോ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള മാർഗം എന്ത് ചെയ്താൽ മതി? കോൺജുഗേറ്റ് ബേസ് എഴുതി നോക്കുക. അതായത് H+നെ കളഞ്ഞു കഴിയുമ്പോൾ ഉണ്ടാവുന്ന ആനയോണിനെ എഴുതി നോക്കുക. ആ ആനയോണിൽ ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള ആനയോൺ ഏതാണോ അതായിരിക്കും, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആളായിരിക്കും സ്ട്രോങ് ആയിട്ടുള്ള ആസിഡ്. അപ്പൊ ഫീനോളിൽ നിന്ന് ഉണ്ടാവുന്നത് എന്താണ്? ഫീനോക്സൈഡ് അയോൺ ആണ്. ഫീനോക്സൈഡ് അയോൺ റെസൊണൻസ് സ്റ്റെബിലൈസ്ഡ് ആണ്. കാരണം ഈ നെഗറ്റീവ് ചാർജ് എന്ത് ചെയ്യും? ഈ പറയുന്ന ബെൻസീൻ റിംഗില് പൈ ബോണ്ടുമായിട്ട് കോൺജുഗേഷനിൽ വരാം. അപ്പോൾ ഒരുപാട് റെസൊനേറ്റിംഗ് സ്ട്രക്ചേഴ്സ് നമുക്ക് പ്ലോട്ട് ചെയ്യാൻ പറ്റും. സോ ഇത് സ്റ്റേബിൾ തന്നെയാണ്. അടുത്ത എന്താണ്? ഇപ്പൊ ഫീനോളിൽ നിന്ന് ഉണ്ടാവുന്ന ആള് ഫീനോക്സൈഡ് അയോൺ സ്റ്റേബിൾ ആണ്. അടുത്ത എന്താ? നൈട്രോഫീനോൾ ആണ്. അപ്പൊ നൈട്രോഫീനോൾ ആകുമ്പോൾ ഫീനോക്സൈഡ് അയോൺ ഓർത്തോ പൊസിഷനിൽ എന്തുണ്ട്? NO2 ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ NO2 എന്ന് പറയുന്ന ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് വരുമ്പോൾ ഇത് കുറെ കൂടെ സ്റ്റേബിൾ ആണ്. നോർമൽ ഫീനോക്സൈഡിനെക്കാട്ടിലും ഹൈലി സ്റ്റേബിൾ ആണ് ഈ പറയുന്ന ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ഉള്ള ഫീനോക്സൈഡ് അയോൺ. കാരണം എന്താ? കാരണം നെഗറ്റീവ് ചാർജ് അല്ലേ. ഈ നെഗറ്റീവ് ചാർജ് എന്തുമാത്രം സ്പ്രെഡ് ആവുന്നോ അത്രമാത്രം നമ്മുടെ സിസ്റ്റം സ്റ്റേബിൾ ആവും. അപ്പൊ NO2 എന്ന് പറയുന്ന ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് എന്ത് ചെയ്യും? ഈ പറയുന്ന
ഇലക്ട്രോണിന് എന്ത് ചെയ്യും, അതിന്റെ അടുത്തേക്ക് വിഡ്രോ ചെയ്യാം, ഇലക്ട്രോൺ ഡെൻസിറ്റിനെ വിഡ്രോ ചെയ്യുകയാണ് ചെയ്യുന്നത്.